പിന്നെ ജ്ഞാനി തിരിച്ചറിയാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ജ്ഞാനിയുടെ വാക്കാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. അതുകൊണ്ട് ജ്ഞാനിയാണെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അതും പ്രയാസമാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാം കേട്ടിരിക്കും മൂക്ക് മുറിച്ച ഒരു ജ്ഞാനിയുടെ കഥ. മൂക്ക് മുറിച്ച ഒരു ജ്ഞാനി, വടക്കേ ഇന്ത്യയിലൊക്കെ സ്വാമിമാരൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയാറുള്ളതാണ്. ഒരു ജിജ്ഞാസ ഒരു ജ്ഞാനിയെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. ജ്ഞാനി അന്വേഷിച്ച് നടന്നു. അപ്പോൾ ശരിയായും ആത്മനിഷ്ഠനായ ഒരാളെ കിട്ടണം. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഒരാളെ കണ്ടുകൂട്ടി. അയാൾ ആത്മനിഷ്ഠനാണെന്ന് അയാളുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കി. അയാൾ പറയുന്നു അഹം ബ്രഹ്മാസ്മി. ശിഷ്യന്മാരോടും ഭക്തന്മാരോടും ഒക്കെ തറപ്പിച്ച് പറയുന്നത് ഞാൻ ബ്രഹ്മം തന്നെ. ഇത്രയും തറപ്പിച്ച് വ്യക്തമായി ഉറപ്പിച്ച് പറയുന്നെങ്കിൽ തീർച്ചയായും ഇയാൾ ബ്രഹ്മജ്ഞാനി തന്നെ ആയിരിക്കണമെന്ന് ശിഷ്യനങ്ങ് തീരുമാനിച്ചു. അപ്പോൾ വാക്കിൽ നിന്ന് ജ്ഞാനി മനസ്സിലാക്കി വരുന്ന കുഴപ്പം ആണ്. തീരുമാനിച്ചു. ചെന്നു ജ്ഞാനിയോട് ചോദിച്ചു, കോഹം, ഞാൻ ആരാണ്? കുതോ ജഗതിതം, ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി? സാധാരണ ജ്ഞാനിയോട് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ ജ്ഞാനി എല്ലാം വ്യക്തമായും മറുപടിയും പറഞ്ഞു കൊടുത്തു, തത്വമസി. പക്ഷെ ഇത് പറഞ്ഞിട്ട് ശിഷ്യന് അനുഭവം വരുന്നില്ല. ഞാൻ ഇതൊക്കെ ഉപദേശിച്ചിട്ട് ഒരു ശിഷ്യൻ ചോദിച്ചത് എന്താ അനുഭവം വരാത്തത്? പറഞ്ഞു, അതിന് ഒരു 10-12 വർഷം ആശ്രമത്തിൽ താമസിച്ച് ഗുരുസേവയൊക്കെ ചെയ്ത് ചിത്തശുദ്ധി വരുമ്പോൾ നിനക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ വിചാരിച്ചു, എന്നാൽ ഇനി അത് തന്നെ എന്തായാലും ഇറങ്ങിയല്ലോ, ചിത്തശുദ്ധി നേടാം. ആശ്രമത്തിൽ താമസിച്ചു. പക്ഷെ അപ്പോഴാണ് ഗുരു ഒരു കാര്യം ശിഷ്യൻ ശ്രദ്ധിച്ചത്. ഗുരുവിന്റെ മൂക്കിന്റെ അറ്റം മുറിച്ചിരിക്കുക, മൂക്ക് ഛേദിച്ചിരിക്കുക. അപ്പോ ഒരു ദിവസം ചോദിച്ചു, എന്താണ് ഇതിന്റെ രഹസ്യം? ആത്മവിദ്യയിൽ ഗുരുക്കന്മാരെല്ലാം പുറത്തു പറയത്തില്ലെന്ന ചില രഹസ്യം കസ്റ്റഡി വയ്ക്കുമെന്നാണ്. അത് അവസാനം യോഗ്യത വന്നാലേ പറഞ്ഞു കൊടുക്കുമെന്നാണ്. അത് അങ്ങനെ വല്ലതുമാണോ? അപ്പോൾ ഗുരു പറഞ്ഞ ഇതിലൊരു രഹസ്യമുണ്ട്, ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. അത് പറഞ്ഞു തരാറായില്ല, അത് അവസാനം പറഞ്ഞുതരും. ഏറ്റവും അവസാനം നീ ഇതിന് പാകത വരുമ്പം പറഞ്ഞു തരും. ശിഷ്യൻ പ്രതീക്ഷയോടെ നിന്ന് 10-12 വർഷം കഴിഞ്ഞു. അവസാനം സൈ കെട്ട് ശിഷ്യൻ പറഞ്ഞു, ആ രഹസ്യം കൂടി ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ നീ അതിന് തയ്യാറാണോ? തയ്യാറാണ്. ശരി, തയ്യാറാണെങ്കിൽ അടുത്ത് നീ ആയിരിക്കും ഇവിടുത്തെ പീഠാധിപതി. ഈ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് എന്റെ സ്ഥാനത്തിരുന്ന് ഉപദേശം കൊടുക്കേണ്ടത് നീയാണ്. പൂർണ്ണമായും തയ്യാറായി. പിന്നെ ഇതിന് ചാടിപ്പോകാൻ നോക്കരുത്. അതിന് ശേഷമേ ഞാനിത് ഉപദേശിക്കത്തുള്ളൂ എന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ശിഷ്യന് ദീക്ഷ കൊടുക്കാൻ തയ്യാറായി. അന്തിമ ദീക്ഷയാണ്, ചരമദീക്ഷ, അവസാനത്തെ ദീക്ഷ. തയ്യാറായി. രഹസ്യമായ ഏകാന്ത സ്ഥാനത്ത് മറ്റ് മന്ത്രവും ചടങ്ങുകളും ഒക്കെ ചെയ്ത് ഗുരു കത്തിയുമായിട്ട് ശിഷ്യനെ അടുത്ത് വിളിച്ച് ശിഷ്യന്റെ മൂക്ക് ഛേദിച്ചു. അവസാനത്തെ ദീക്ഷയാണ്, മന്ത്രമൊക്കെ പറഞ്ഞിട്ടാണ് ഛേദിച്ചത്. ശിഷ്യന് വേദനയും രക്തപ്രളയവും ഒക്കെ ഉണ്ടായി. പക്ഷെ ഈ അഹം ബ്രഹ്മാസ്മി അനുഭവത്തിൽ വരുന്നില്ല. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, ഗുരു എന്താ സംഭവിച്ചത്? ജ്ഞാനം പ്രകാശിക്കുന്നില്ലല്ലോ. അപ്പം പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. എനിക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ്. അപ്പോഴാണ് ശിഷ്യന് ബോധോദയം ഉണ്ടായത്. എന്ത് സംഭവിച്ചു? എന്റെയും മൂക്ക് ഗുരു മുറിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് മുറിച്ചത്. അങ്ങനെ ഞാനും ഗുരുവായി. ഇനി നീയും തറപ്പിച്ച് പറഞ്ഞോളുക, അഹം ബ്രഹ്മാസ്മി. ഇനി വേറെ നിവൃത്തിയില്ല. ഈ മുറിഞ്ഞ മൂക്കും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇത് തന്നെ നീയും പറഞ്ഞോളൂ, ഉറപ്പിച്ച് പറയുക. ശിഷ്യൻ അടുത്ത് പീഠാധിപതിയായി. ശിഷ്യനും പറയാൻ തുടങ്ങി, അഹം ബ്രഹ്മാസ്മി. പക്ഷെ ഒരാളുടെ മൂക്കേ മുറിക്കാവൂ, എല്ലാവരുടെയും മൂക്കും മുറിക്കാൻ പോകരുത് എന്നൊരു ഉപദേശവും കൊടുത്തു. അപ്പൊ അത് എന്താണ്? ഗുരുവിന്റെ വാക്ക് വിശ്വസിച്ചാൽ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള വാക്കിനെ വിശ്വസിച്ച് അതും പറയാൻ പറ്റത്തില്ല. ഇതുപോലെ എളുപ്പമായി. പിന്നെ എങ്ങനെ ഗുരുവിനെ തിരിച്ചറിയും? ഇപ്പൊ ശാസ്ത്രത്തിൽ ഗുരു ഉപസത്തി പറഞ്ഞിട്ടുണ്ടല്ലോ, ഗുരുവിനെ സമീപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശാസ്ത്രം വ്യർത്ഥമാകും. ഗുരുവിനെ മനസ്സിലാക്കാതെ എങ്ങനെ ഗുരുവിനെ സമീപിക്കാൻ പറ്റും? അതിന് പറയുന്നത്, ഒരു ജിജ്ഞാസുവിനെ ഒരു ഗുരുവിന്റെ സമീപത്തിലെത്തിക്കുന്നത് ഈശ്വരനാണ്. ആ ജോലി ഈശ്വരൻ ഏറ്റെടുത്തിരിക്കുകയാണ്.
കാരണം സംസാരത്തിൽ നിന്ന് മോചിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജിജ്ഞാസയുള്ള ഒരുവനെ സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ ഉത്തമനായ ഒരു ഗുരുവിന്റെ സമീപത്തിൽ എത്തിക്കുന്നു. അങ്ങനെ ഗുരു ശിഷ്യ സമാഗമം സംഭവിക്കുന്നു. അങ്ങനെയാണ് ഈ മഹാപുരുഷന്മാരുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഉത്തമന്മാരായ ഗുരുക്കന്മാര് അവർക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ആ രീതിയിലാണ്. അപ്പോൾ ഉത്തമനായ ഗുരുവിന്റെ സമീപത്ത് ശിഷ്യനെ ഈശ്വരനെത്തിക്കുന്നു. കാരണം അത് ഈശ്വര നിയമത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ഈശ്വരന്റെ നിയമമാണ് ഈ സംസാരത്തിൽ നിന്ന് മോചിക്കുക. അങ്ങനെ മോചിക്കുന്നതിന് എപ്പോഴും ഇവിടെ ഗുരുക്കന്മാരുണ്ടായിരിക്കുക, എപ്പോഴും ശിഷ്യന്മാരുണ്ടായിരിക്കുക, ആ ഗുരുശിഷ്യ സംഗമം ഉണ്ടാകുക, ആ ഗുരുശിഷ്യ പാരസ്പര്യം ഉണ്ടാകുക, അതിലൂടെ ഈ ബ്രഹ്മവിദ്യ തുടർന്നു പോവുക. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈശ്വരന്റെ നിയമത്തിന് വിധേയമായി നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ജീവന് സ്വാതന്ത്ര്യമില്ല. ഒരു ഗുരുവിനെ തെരഞ്ഞെടുക്കാനോ ഗുരുവിനെ കണ്ടെത്താനോ ഒന്നും ജീവന് സ്വാതന്ത്ര്യമില്ല. അത് ഈശ്വരന്റെ നിയമം അനുസരിച്ച് സംഭവിച്ചോളും. അപ്പോൾ ജിജ്ഞാസുവിനെ ഗുരുവിന്റെ സമീപത്ത് എത്തിക്കാം. അപ്പോൾ അതെങ്ങനെ ശിഷ്യന് മനസ്സിലാവും? എന്താണ് അത്? ശിഷ്യന്റെ അതിന് പ്രമാണമെന്ന് പറയുന്നത് സ്വന്തകരണമാണ്. ആ ശിഷ്യന്റെ അന്ധകരണം അവനെ ബോധിപ്പിക്കുന്നു എന്താണ്, ഇത് ഗുരുവാണ്. ഗുരുവിന് മനസ്സിലാക്കുന്നു ഇവൻ ജിജ്ഞാസിയാണ്, ജിജ്ഞാസുവാണ്, ഇവൻ അധികാരിയാണ്. അങ്ങനെ ഒരുവൻ ഗുരുവിനെ സമീപിച്ച് സംസാരമോചനത്തെ നേടുന്നു. അത് ഈശ്വരന്റെ നിയമത്തിൽപ്പെട്ട കാര്യമാണ്, ജീവന്റെ നിയമത്തിൽപ്പെട്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് ബാഹ്യമായ നിലയിലൊന്നും, ബാഹ്യമായ വ്യവഹാരങ്ങളിലൂടെ ഒന്നും ഗുരുവിനെ തിരിച്ചറിയാൻ പ്രയാസമാണ്. ഈശ്വരൻ അവന്റെ അന്ധകരണത്തിൽ ബോധിപ്പിക്കുന്നു ഇത് ഗുരുവാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ അവൻ തിരിച്ചറിയും. അപ്പോൾ ശിഷ്യൻ എന്ത് ചെയ്യുന്നു? ഗുരുവിനെ ബോധ്യപ്പെടുന്നു, ഇത് ഗുരുവാണ് എന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുന്ന ആളാണ് ആ വ്യക്തിയുടെ ഗുരുവായി അയാൾ സ്വീകരിക്കുന്നത് എന്നർത്ഥം. നമ്മൾ ചോദിക്കും, എന്തെങ്കിലും ഒരു ഭ്രമം സംഭവിച്ചു കഴിഞ്ഞാലോ, ഒരു വ്യക്തിക്ക് ഒരാൾ ഗുരു അല്ലാത്ത ഒരാളെ ഗുരുവാണെന്ന് ഭ്രമിച്ചു കഴിഞ്ഞാലോ യാതൊരു ഭയവും വേണ്ട. അങ്ങനെ ഒരു ഭയമേ വേണ്ട. ഒരു മൺകഷണം, മണ്ണിന്റെ ഒരു മൺകട്ട മുമ്പിലെടുത്ത് വെച്ചിട്ട് ഒരുവൻ ഇത് ഗുരുവാണ്, ഇതിൽ ഈശ്വര ചൈതന്യമാണ് ഇരിക്കുന്നത് എന്ന് ഉപാസിച്ചു കഴിഞ്ഞാൽ, ഗുരു ഉപാസന നടത്തിയാൽ ഈശ്വരൻ അതിലൂടെ പ്രത്യക്ഷപ്പെട്ട് അവന് ഗുരുവായി അവനെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നു. അതിന് മഹാത്മാക്കളുടെ ജീവിതം എത്രയോ നമുക്ക് ഉദാഹരണമായിട്ട് മുമ്പിലുണ്ട്. അപ്പോൾ ചൈതന്യം ഉള്ള ഒരു മനുഷ്യൻ ഒരാൾ ഗുരുവായി സ്വീകരിക്കുമ്പോൾ എന്തെങ്കിലും പ്രമാദം ആ വ്യക്തിക്ക് സംഭവിച്ചു കഴിഞ്ഞാലും യാതൊരു കാരണവശാലും അവിടെ ദോഷം വരില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഒരു മൺകട്ടയിൽ നിന്ന് പോലും അനുഗ്രഹ ശക്തിയുള്ള ഒരു ഗുരുവിന് പ്രകടമാകാമെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ എന്തുകൊണ്ട്? അപ്പോ അത് ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു. ഗുരുവിനുള്ള ശ്രദ്ധ, ആ ശ്രദ്ധ കൊണ്ട് ശ്രദ്ധ മാത്രമേ ഗുരുവിന്റെ സന്നിധി പാടുള്ളൂ എന്നാണ്. ഗുരുവിന്റെ പ്രാരബ്ധ വിശേഷത്തെക്കുറിച്ച് ചികഞ്ഞ് അന്വേഷിക്കാനൊന്നും പാടില്ല ശിഷ്യൻ. ഗുരുവിൽ ശ്രദ്ധ മാത്രം. ഗുരു എങ്ങനെ പ്രവർത്തിക്കുന്നു, അങ്ങനെയാണോ, ഗുരുവിന്റെ പ്രാരബ്ധം എന്താണ്, ഇച്ഛയാണോ അനിച്ഛയാണോ പരേച്ഛയാണോ, ഈ വഴിയിലൊന്നും ശിഷ്യന് ചിന്തിക്കാൻ പാടില്ല. അത്തരം ചിന്തയ്ക്കുള്ള സ്വാതന്ത്ര്യമില്ല. ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൽ പൂർണ്ണമായ ശ്രദ്ധ എന്നാണ്. ആ ശ്രദ്ധയിൽ നിന്നും എന്താണ് ഈശ്വരീയമായ അനുഗ്രഹം ഗുരുവിലൂടെ ശിഷ്യനിൽ വരുന്നു. ശിഷ്യന്റെ ആത്മമോക്ഷത്തിനത് കാരണമായി തീരുന്നു. അതുകൊണ്ട് ഗുരുവിന്റെ സന്നിധിയിൽ ഒരു ശിഷ്യനും ഒരിക്കലും സംശയാലുവാകാൻ പാടില്ല. ഒരിക്കലും അവിടെ ശ്രദ്ധ ലേശം പോലും പാടില്ല. കാരണം അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗുരുവിന്റെ സമീപത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനെ നന്നാക്കാനായിരിക്കരുത്, താൻ നന്നാവാനായിരിക്കും. അപ്പോ പിന്നെ അങ്ങോട്ട് പിന്നെ അതാണ് പറഞ്ഞത് നേരത്തെ. ഞാൻ എന്താണ്, ആരെയെങ്കിലും നമുക്ക് ഗുരുവാണെന്ന് സംശയമുണ്ടെങ്കിൽ ദൂരെ നിന്ന് നമസ്കരിക്കുക എന്നർത്ഥം. അതുകൊണ്ട് പിന്നെ അവിടെ ഗുണദോഷ വിചിന്തനത്തിനുള്ള അധികാരം, ഒരാളെ ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുണദോഷ വിചിന്തനത്തിനുള്ള അധികാരമില്ല. കാരണം ശിഷ്യന്റെ ആവശ്യം എന്താണ്?
മോക്ഷമാണ്, മോചനമാണ്, സ്വാതന്ത്ര്യമാണ്, സംസാര ബന്ധനത്തിൽ നിന്ന് മോചനമാണ്. പിന്നെ അതിന് അവന് ആവശ്യമായിട്ടുള്ള എന്താണ്? ശ്രദ്ധയാണ്. മറ്റൊന്നും അതിന് സഹായിക്കത്തില്ല. സംശയമോ ഭ്രമമോ ഒന്നും അവനെ സഹായിക്കുന്നില്ല. ആത്യന്തികമായ ശ്രദ്ധ മാത്രം. അപ്പോൾ ഒരുവന്റെ അന്ധകരണത്തിൽ ഇത് ഗുരുവാണെന്നൊരാളെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശ്രദ്ധ മാത്രം. അവിടെ പിന്നെ രണ്ടാമതൊന്നിന് സ്ഥാനമില്ല. പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി ഗുരുവിന് സർവ്വസമർപ്പണം ചെയ്യുക എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ ജ്ഞാനിയെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠാകുലരാകുന്നു. ജ്ഞാനി എങ്ങനെയാണ്? ജ്ഞാനിക്ക് അബദ്ധം വല്ലതും പറ്റുമോ? ജ്ഞാനിയുടെ പ്രാരബ്ധം എന്താണ്? ഇത് എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ നമ്മുടെ ആന്തരികമായിരിക്കുന്ന നമ്മുടെ ചിത്തദോഷമാണ് ഈ ജ്ഞാനിയെക്കുറിച്ച്. നമ്മളെക്കുറിച്ച് നമുക്ക് യാതൊരു ഉത്കണ്ഠയില്ല. അജ്ഞാനികളായിരിക്കുന്ന നമ്മളെ അതിനെക്കുറിച്ചൊന്നുമില്ല. ചർച്ച എപ്പോഴും ചെന്നെത്തുന്ന ജ്ഞാനിയിലാണ്. എന്തുകൊണ്ട്? ആന്തരികമായി നമ്മുടെ സംസ്കാരം, സംശയം, ഭ്രമം, ജ്ഞാനിയെക്കുറിച്ച് നമുക്കുണ്ട് സംശയം, ഭ്രമം, ഇതൊക്കെ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമ്മുടെ ശ്രദ്ധയെ ഭഞ്ജിക്കുന്നു. അപ്പോഴാണ് ഈ സംശയം വേറെ രൂപത്തിൽ വരുന്നത്. വേറെ രൂപത്തിൽ നമ്മളത് വരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദ്യം ചോദിച്ചത് ആ രീതിയിലാണ്. എന്താണ്? ഒരാളെക്കുറിച്ച് ആൾക്കാർ പലതും പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പറയുന്നവന്റെ ദോഷമാണോ അത് അയാളുടെ ദോഷമാണോ എന്നാണ്. എന്നുവെച്ചാൽ ഇങ്ങനെയാണ് ആ ചോദ്യത്തിന്റെ കാര്യം. സ്വാമിയെക്കുറിച്ച് പലതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞവരുടെ ദോഷമാണോ അത് സ്വാമിയുടെ ദോഷമാണോ? അതിന്റെ ശരിയായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ അങ്ങനെയാണ്. ഇത് ആരുടെ ദോഷമാണ് എന്നാണ്. എന്ന് പറയുമ്പോൾ എന്താണ്? ആ ശ്രദ്ധയെ ഭഞ്ജിക്കുന്ന തരത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സംശയം, ഭ്രമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെ നമുക്ക് അംഗീകരിക്കാൻ സ്വയം മനസ്സ് വരത്തില്ല. വിവേകം അതിനൊക്കെ ഒരു തടയുന്നുണ്ട്. പിന്നെ അതൊരു സംശയരൂപത്തിൽ പ്രകടമാകും. അതാണ്. അങ്ങനെ ഒരു സംശയം ഒരു ഗുരു സന്നിധിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവിടെ എന്താണ്? പൂർണ്ണമായ ശ്രദ്ധയാണ്. ഗുരുവിനെ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം ഗുരുവായി സ്വീകരിക്കാം എന്ന് പറയും. അത് മാത്രമല്ല, ഉത്തമനായ ഗുരുക്കന്മാരെയാണ് നമ്മളെല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത്. ഒരു ഉത്തമനായ ഗുരുവിനെ കിട്ടണം. പക്ഷേ ഉത്തമനായ ശിഷ്യനാണോ താൻ? അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഉത്തമനായ ഗുരുവിനെ പ്രാപിക്കാൻ യോഗ്യനാരാണ്? ഉത്തമനായ ശിഷ്യനാണ്. ഉത്തമനായ തന്റെ യോഗ്യതയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? തന്റെ യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഉത്തമനായ ഗുരുവിനെ തേടി നടക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഉത്തമനായ ഗുരു തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളെ കൈകാര്യം ചെയ്യുന്നതിന് അത്രയും ഉത്തമന്മാരൊന്നും വേണമെന്നില്ല. കാരണം നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് പറ്റിയ ഒരാളെ കിട്ടിയാലും മതി. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറില്ല. നാട്ടും പുറത്ത് പറയും എന്താണ്? കൂനൻ ചക്കയ്ക്കും മുരിയും കൂടാന്ന് പറയും. എന്ന് പറയുന്നത് വെച്ചാൽ ഈ വളഞ്ഞൊക്കെ ഇരിക്കുന്ന ചക്കയുണ്ടല്ലോ, ഈ ചക്കയ്ക്ക് കൂടയിടും. ഈ വാവലും മറ്റും തിന്നായിരിക്കാൻ അതിന് എന്താണ്? അതിന് പറ്റിയ ഒരു കൂട മതി, നല്ല കൂട ഇടണമെന്നില്ല എന്ന് പറയും. അതുപോലെ ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ച് വലിയ ജിജ്ഞാസമായി നടക്കുന്നവർ തന്നെ കുറിച്ച് ചിന്തിക്കാറില്ല. തന്റെ അന്ധകരണത്തിന്റെ ദോഷങ്ങൾ, തന്റെ ന്യൂനതകൾ, തന്റെ അധികാരിത്വം, ഇതിനാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒന്നും ചിന്തിക്കാറില്ല. എന്നാലും കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും തെർമോമീറ്റർ വെച്ച് അളക്കും. ഇയാൾ എത്രമാത്രം ഗുരുത്വമുണ്ട്, ഇയാൾ തന്നിൽ എത്രമാത്രം ശിഷ്യത്വം ഉണ്ടെന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കുമോ? അത് ചിന്തിക്കത്തില്ല. എത്ര ഡിഗ്രിയാണ് അയാളുടെ ഗുരുത്വം. എന്നിട്ട് നമ്മൾ തന്നെ ഒരു മാനദണ്ഡം കൽപ്പിച്ച് നമ്മൾ തന്നെ അളന്ന് അവസാനം നമ്മൾ തന്നെ തീരുമാനിക്കാം, ആ കൊള്ളാം, തിരക്കേടില്ല, ഇവിടെ കൂടാം. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ ബുദ്ധിദോഷമാണ്. നമ്മുടെ ബുദ്ധിദോഷം കൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഒരു ഉത്തമനായ ഗുരുവിനെ ഒരിക്കലും അജ്ഞാനിയെ ഒരുവന് തീരുമാനിക്കാൻ പറ്റത്തില്ല. അത് ഈശ്വരൻ നിശ്ചയിക്കുന്നതാണ്. ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഈശ്വരൻ കൽപ്പിക്കുന്നതാണ്. ജീവൻ സൃഷ്ടിക്കുന്ന അല്ല. അത് ഗുരുവിനെ ജീവനെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം ആ ബുദ്ധിദോഷങ്ങളോടുകൂടി ഇരിക്കുന്നവന് ഒരു രത്നത്തിന്റെ മാറ്ററിയണമെങ്കിൽ രത്നപരീക്ഷയിൽ നല്ല അറിവുള്ളവനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഗുരുവിനെ തിരിച്ചറിയണമെങ്കിൽ ഇവൻ ആരാകണം? അവൻ ശിഷ്യനായിരുന്നാൽ പറ്റൂ, ഗുരു ആയാലേ പറ്റൂ. അപ്പോൾ ഒരിക്കലും അത് സാധ്യമല്ല. അപ്പോൾ ഉത്തമനായ ശിഷ്യനാൾ എന്നുള്ളതാണ് നമ്മളെപ്പോഴും അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം നമ്മുടെ ആന്തരികമായിരിക്കുന്ന ദോഷങ്ങളാണ്. ജിജ്ഞാസ അതിന് സഹകാരിയാകുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പിന്നെ ജ്ഞാനിയെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്തിന്? ജ്ഞാനി പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ ആ ജ്ഞാനിയുടെ ലക്ഷണങ്ങൾ സ്വസാധനയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്.